നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെയുള്ള എല്ലാ വീഡിയോയും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. ഒരു സാമൺ ഫിഷ് കറിയാണ് ഇന്ന് ട്രൈ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതിനായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ഒരു സാമൺ ആണ്. ഈ സാമൺ നമ്മൾ ഒരു 4 പീസായിട്ട് കട്ട് ചെയ്യും. ഈ സാമൺ നമുക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ബട്ടർ വേണം, ചോപ്ഡ് ഒനിയൻ വേണം, പിന്നെ ചില്ലി, ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്തത് വേണം, ഗാർലിക് ചോപ്പ് ചെയ്തത് വേണം. അതിൻ്റെ കൂട്ടത്തിൽ ടൊമാറ്റോ, ചെറിയ ടൊമാറ്റോ ആണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. വലിയ ടൊമാറ്റോ ഉള്ളവർക്ക് വലിയ ടൊമാറ്റോ ഇടാം. ഇതല്ലാതെ നമ്മളിതിൽ ചേർക്കുന്നത് സ്പിനാച്ചും പിന്നെ ഫ്രഷ് ക്രീമുമാണ്. അതിനായിട്ട് നമ്മളൊരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് കത്തിക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ബട്ടർ ഇടണം. ബട്ടർ ഇച്ചിരി കൂടുതൽ കിടന്നാലും കുഴപ്പമില്ല, കറിക്ക് നല്ല ടേസ്റ്റ്. ഈ കറിക്ക് ബട്ടർ വളരെ വലിയ പ്രാധാന്യമുള്ള സാധനമാണ്. മെൽറ്റായ ബട്ടറിൽ നമ്മൾ പെപ്പറും ഉപ്പും തേച്ച സാമൺ ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗണിഷ് കളറ് വന്നാൽ മതി, അല്ല ഗോൾഡൻ കളർ വന്നാൽ മതി. ഇതേപോലെ ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ആ ബട്ടറിൽ തന്നെ നമ്മൾ ആദ്യം ചോപ്പ് ചെയ്ത ഗാർലിക് ഇട്ട് കൊടുക്കുക. ഗ്രീൻ ചില്ലി ആക്ച്വലി ഈ ഒരു ഫിഷ് കറിക്ക് ഓപ്ഷണലാണ്. നമ്മൾ ഏഷ്യൻസ് ആയതുകൊണ്ട് നമ്മൾ ഗ്രീൻ ചില്ലി ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഒണിയൻ ഇട്ട് കൊടുക്കുക. ഒണിയൻ ഒരു ബ്രൗണിഷ് കളറായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ സാലഡ് ടൊമാറ്റോ, സാധാരണ ടൊമാറ്റോ ഉണ്ടെങ്കിൽ അതും ഇടാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ സാലഡ് ടൊമാറ്റോ ഉള്ളതുകൊണ്ട് അത് ഇട്ടുവെന്നേ ഉള്ളൂ. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന സ്പിനാച്ച്, ഇതും കൂടെ ഇട്ട് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ ഇട്ട സ്പിനാച്ച് അതെല്ലാം കൂടെ ഒരു പരിധി വരെയൊക്കെ ഒന്ന് വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇച്ചിരി നേരം കൂടെ വെയിറ്റ് ചെയ്യുക. നന്നായി വെന്തുടഞ്ഞ് വന്ന ആ സ്പിനാച്ചും ടൊമാറ്റോയും അതിൽ നമ്മൾ നല്ല ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നേരത്തെ എടുത്തു വെച്ച ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സാമൺ അതിലേക്ക് ഒതുക്കി അടുക്കി വയ്ക്കാം.
നമുക്ക് കുറച്ച് എരിവ് വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഇച്ചിരി ചില്ലി ഫ്ലേക്സ് ഇട്ട് അടച്ചു വയ്ക്കാം. സാമൺ ആ കറിക്കകത്ത് മുങ്ങിക്കിടന്ന് തന്നെ ബാലൻസ് ഉള്ള വേവ് വരണം. അതിൽ അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. മാക്സിമം ഗ്രേവി വറ്റിച്ച് എടുക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ ക്രീമി സാമൺ കറി റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്രീമി സാമൺ